പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ഈ സ്ഥലം കണ്ടോ? രാമനാഥപുരം എന്ന ഡിസ്ട്രിക്റ്റിൽ രാമേശ്വരം എന്നൊരു സ്ഥലമില്ലേ, കടലിനോട് ചേർന്ന്? ഇത് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇവിടെ ധനുഷ്കോടി എന്നൊരു സ്ഥലമുണ്ട്. രാമേശ്വരത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ ദൂരെയുള്ള ധനുഷ്കോടി. രണ്ടു ഭാഗത്തും കടൽ, അവയ്ക്ക് നടുവിലായിരുന്നു ആ സ്ഥലം. 1964 ഒരു വലിയ കൊടുങ്കാറ്റടിച്ച് കടൽ ആ സ്ഥലത്തിലേക്ക് കടന്ന് ആ സ്ഥലത്തെ മുഴുവൻ നശിപ്പിച്ചു. 1964 ആ സ്ഥലമില്ലാതെയായി. അനേകായിരം ജനങ്ങൾ മരണപ്പെടുകയുണ്ടായി. രാത്രിയിലായതുകൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെടാനാവാതെ മരണപ്പെടുകയുണ്ടായി. അതിനുശേഷം ആർക്കും ഈ സ്ഥലത്ത് ജീവിക്കാനാവാത്തൊരവസ്ഥയാണുണ്ടായത്. ഇപ്പോൾ ടൂറിസ്റ്റുകൾ വരുന്നതുകൊണ്ട് ചില കടകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അല്ലാതെ ജനങ്ങൾ ആരും തന്നെ ഇവിടെ താമസിക്കുന്നില്ല. പക്ഷേ ആ കാലത്ത് 40 വർഷം മുൻപ് ഇവിടെ ഒരു വലിയ സമൂഹമുണ്ടായിരുന്നു. ഇതൊരു ദേവാലയമാണ്, ഒരു കത്തോലിക്ക ദേവാലയം. ആ കാലത്ത് ജനങ്ങൾ വന്ന് ആരാധിച്ചിരുന്ന ഒരു ദേവാലയമാണിത്. ഇന്ന് കൊടുങ്കാറ്റുകൊണ്ട് ബാധിക്കപ്പെട്ട ചില വീടുകളും ദേവാലയങ്ങളും സ്കൂളുകളുമെല്ലാം ഇവിടെയുണ്ട്. ഒരു ദയനീയമായ സംഭവം നടന്ന സ്ഥലമാണിത്. ശരി, ഇന്ന് ദൈവം എനിക്ക് തന്നിട്ടുള്ള വചനം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണോ? 72 സങ്കീർത്തനം 12 വാക്യം. അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടുവിക്കുമല്ലോ. ദരിദ്രനെയും എളിയവനെയും യഹോവ വിടുവിക്കും. എളിയവനെ വിടുവിക്കും. ഒരുപക്ഷേ നിങ്ങൾ കരുതും, ഞാൻ വളരെ എളിയവനാണ്, പാവപ്പെട്ട കുടുംബമാണ്, എനിക്കാരെയും പരിചയമില്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ സഹായിക്കാൻ ആരുമില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആരും എന്നെ കണക്കാക്കുന്നില്ല, കാരണം ഞാനൊരു പാവപ്പെട്ടവനാണ് എന്ന് വിചാരിക്കുകയാണോ? നിങ്ങളുടെ സ്വരം കേട്ട് വിടുവിക്കുന്ന അത്ഭുതവാനായ ഒരു ദൈവമുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് യെരിഹോ എന്നൊരു പട്ടണത്തിലൂടെ കടന്നുപോയി. അവിടെ ബർത്തിമായി എന്നൊരു കുരുടനുണ്ടായിരുന്നു. ആ കുരുടൻ ഭിക്ഷയാചിച്ചാണ് ജീവിതം നയിച്ചിരുന്നത്. വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ, മനുഷ്യരാൽ അവഗണിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അവൻ യേശു അതിലൂടെ വരുന്നുണ്ട് എന്നറിഞ്ഞിട്ട്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കൂടെ ഉണ്ടായിരുന്നവര് ഒച്ചവെക്കല്ലേ, മിണ്ടാതിരിക്കേ എന്ന് പറഞ്ഞു. അവരെന്തു പറഞ്ഞിട്ടുണ്ടാകും? കുരുട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ഭിക്ഷക്കാര ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. മനുഷ്യരാൽ ത്യജിക്കപ്പെട്ടവൻ, പാവപ്പെട്ടവൻ, അകറ്റപ്പെട്ടവൻ, തെരുവിന്റെ അരികിൽ ഭിക്ഷയെടുത്തുകൊണ്ടിരുന്നവൻ. പക്ഷേ അവന്റെ സ്വരം യേശുവിന്റെ ചെവിയിൽ കേട്ടയുടനെ യേശു നിന്നു. അവനെ വിളിച്ചുകൊണ്ടുവാ എന്ന് യേശു പറഞ്ഞു. നിനക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച് അവന് കാഴ്ച കൊടുത്ത് ഇരുട്ടിൽ നിന്നും അവനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു. എളിയ നിലയിലുള്ളവരെ വിടുവിക്കുന്ന കർത്താവ്, ദരിദ്രന്മാരെ വിടുവിക്കുന്ന കർത്താവ്. നിങ്ങൾ ഇന്ന് ആ സ്ഥിതിയിലായിരിക്കാമുള്ളത്. എല്ലാവരും എന്നെ തുച്ഛമായി കരുതുന്നു, തുച്ഛമായി സംസാരിക്കുന്നു. ഞാൻ ജീവിക്കുന്ന സമൂഹത്തിൽ ആരും എന്നെ ഗണ്യമാക്കുന്നില്ല. ഞാൻ കഷ്ടപ്പെടുന്നു, ഒരു പാവപ്പെട്ടവനാണെന്ന് ദുഃഖിക്കുകയാണോ? യേശു നിങ്ങളെ ഗണ്യമാക്കുന്ന ദൈവമാണ്, നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്, നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവമാണ്, നിങ്ങളെ വിടുവിക്കുന്ന ദൈവമാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു വിമോചനമുണ്ടാവാൻ പോകുന്നു. ദൈവം നിങ്ങളെ കൈനീട്ടി ഉയർത്താൻ പോകുന്നു. നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് യേശു ഉണ്ട്. ഇന്ന് ദൈവത്തോട്, യേശുവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ബർത്തിമായെപ്പോലെ ഒന്ന് നിലവിളിച്ചു നോക്കൂ. യേശു നിങ്ങളെ എഴുന്നേൽപ്പിച്ച് ഈ ഞെരുക്കത്തിൽ നിന്ന്, ഈ സങ്കടത്തിൽ നിന്നും നിങ്ങളെ വിടുവിച്ച് ഉയർത്തും. ഇരുട്ടിൽ നിന്നും നിങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതം തലകീഴായി മാറും. ഭിക്ഷയാചിച്ചിരുന്ന ബർത്തിമായിക്ക് ഇനി ഭിക്ഷയാചിക്കേണ്ട ആവശ്യമില്ല. കാരണം കാഴ്ച കിട്ടിക്കഴിഞ്ഞു, വെളിച്ചം കണ്ടിരിക്കുന്നു. അവന്റെ ജീവിതം തലകീഴായി മാറിപ്പോയി. അതേപോലുള്ള ഒരു അത്ഭുതത്തെ ഇന്ന് യേശു നിങ്ങൾക്കും ചെയ്യും. യേശുവിനെ നോക്കി നിലവിളിക്കുമോ? യേശുവേ, ദരിദ്രന്മാരെയും എളിയ നിലയിലേക്ക് തള്ളപ്പെട്ട ത്യജിക്കപ്പെട്ടവരെയും വിടുവിക്കുന്ന ദൈവമാകുന്ന അങ്ങ് ബർത്തമേയുടെ ശബ്ദം കേട്ട് അവനെ അങ്ങ് വിടുവിച്ചു. എനിക്കും, ഈ ദരിദ്രനാകുന്ന എനിക്കും, ത്യജിക്കപ്പെട്ട എളിയ നിലയിലേക്ക് തള്ളിയ എനിക്കും ന്യായം ചെയ്യണമേ, വിടുവിക്കണമേ, ഒരത്ഭുതം ചെയ്യണമേ. ഈ കാര്യത്തിൽ ഇന്നെനിക്കൊരത്ഭുതം ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ